നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പാർട്ടികൾ കടന്നിട്ടുമുണ്ട്. BJP അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ചില പേരുകൾ BJP ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി മുൻ DGP R ശ്രീലേഖയുടെ പേരാണ്. അതായത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള ഒരു ആവേശമാണ് BJP ഇതിലൂടെ കാണിക്കുന്നത്. മാത്രമല്ല, ശ്രീലേഖ ഒരു സ്ത്രീയാണ്. കേരളത്തിലെ സ്ത്രീകൾ ശ്രീലേഖയ്ക്ക് ഒപ്പം നിൽക്കും. ഏത് വാർഡിൽ കൊണ്ട് നിർത്തിയാലും ശ്രീലേഖ പുഷ്പം പോലെ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസവും BJPക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ BJP പട്ടികയിൽ R ശ്രീലേഖയെ പോലെയുള്ള ചിലരെ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ഇത് മാത്രമല്ല, ശ്രീലേഖയ്ക്ക് കൊടുത്തിരിക്കുന്ന വാർഡ് അത് ഏറ്റവും സവിശേഷത നിറഞ്ഞതുകൂടിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡിലാണ് ശ്രീലേഖയെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഇത് മാത്രമല്ല, ഈ വാർഡിൽ തന്നെയാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്നത്. വട്ടിയൂർക്കാവ് MLAയും മുൻ മേയറുമായ VK പ്രശാന്തിന്റെ ഓഫീസ് ഉള്ളതും ശാസ്തമംഗലം ജംഗ്ഷനിലാണ്. ഇത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കി നിയമിച്ചിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും ആ വാർഡ് പിടിച്ചെടുക്കാൻ ശ്രീലേഖയ്ക്ക് കഴിയും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശ്രീലേഖ സ്ത്രീയാണ്. ആ വാർഡിലുള്ള സ്ത്രീകൾ എല്ലാവരും ശ്രീലേഖയ്ക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസും BJPക്ക് ഉണ്ട്. എന്നാൽ ആ ഒരു കോൺഫിഡൻസ് മാത്രം പോരാ. ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാവരും ശ്രീലേഖയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം, ആ ഒരു കണക്കുകൂട്ടൽ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. കാരണം ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങിയ ഒരാളാണ്, രാഷ്ട്രീയം പഠിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെ അധികാര കസേരയിൽ ഇരുന്നത് പോലെ അല്ല, ഒരു IPS ഉദ്യോഗസ്ഥയായിട്ട് ഇരുന്നത് പോലെ അല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് മാറുമ്പോൾ ജനങ്ങളുമായി ഇടപഴകുന്ന രീതി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. തങ്ങൾക്ക് പറ്റുന്ന ഒരാളാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ അവരുടെ വിജയത്തിലേക്ക് അത് വഴിവെക്കുകയുള്ളൂ. ശ്രീലേഖ ആ ഒരു സ്ഥിതി നോക്കുമ്പോൾ ജനങ്ങളെ കൂടുതൽ കയ്യിലെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കേണ്ടി വരും. ശ്രീലേഖയുടെ YouTube ചാനലിലൂടെയൊക്കെ അവർ ഒരുപാട് വീഡിയോകൾ ചെയ്യുകയും നിരവധി പേർ അതിന് താഴെ കമൻ്റ് ഇടുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എങ്കിൽ തന്നെയും ശ്രീലേഖ ഒരു രാഷ്ട്രീയ മുഖമായി മാറുമ്പോൾ അവിടെ വെല്ലുവിളികൾ ഒരുപാടാണ്. അതിനെയൊക്കെ നേരിടാൻ ശ്രീലേഖയ്ക്ക് കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും BJP ഒരു പരീക്ഷണം നടത്തുകയാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇത് മാത്രമല്ല, ശ്രീലേഖ മത്സരിച്ചാൽ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന വഴുതക്കാട് നിന്നാകും എന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ഒരു ധാരണ. എന്നാൽ ശാസ്തമംഗലത്ത് മത്സരിക്കട്ടെ എന്ന പാർട്ടി തീരുമാനത്തിൽ ശ്രീലേഖ സമ്മതമറിയിക്കുകയായിരുന്നു. ഇത് മാത്രമല്ല, പാർട്ടിയിൽ ചിലർക്ക് മുറുമുറുപ്പുമുണ്ട് ശ്രീലേഖയ്ക്ക് ഈ വാർഡ് കൊടുത്തതിൽ. കാരണം ആ വാർഡ് നോക്കിയ മറ്റ് പല BJPക്കാരുമുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് കൈവിട്ടു പോയത് കൊണ്ട് തന്നെ ശ്രീലേഖയോട് മുറുമുറുപ്പുള്ളവരും ഉണ്ട്. ശാസ്തമംഗലം വനിതാ സംവരണ വാർഡ് ആയതിനാലാണ് ശബരിനാഥൻ തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കവടിയാറിലെ ശബരിയുടെ സാന്നിധ്യം തൊട്ടടുത്ത വാർഡായ ശാസ്തമംഗലത്തും പ്രതിഫലിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ശാസ്തമംഗലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം പരമാവധി വീട് കയറാൻ ശബരിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് BJP അപ്രതീക്ഷിതമായി ശ്രീലേഖയെ ഇറക്കിയത്. കവടിയാർ കഴിഞ്ഞാൽ നഗരത്തിൽ ഏറ്റവും അധികം ഉപരിവർഗ വോട്ടർമാരുള്ള വാർഡുകളിൽ ഒന്നാണ് ശാസ്തമംഗലം. BJPയുടെ സിറ്റിംഗ് സീറ്റാണെങ്കിലും പാർട്ടിയുടെ ഉറച്ച വാർഡല്ല ശാസ്തമംഗലം. LDFും UDFും വിജയിച്ചിട്ടുള്ള വാർഡ് ശ്രീലേഖയെ പോലൊരാൾ നിന്നാൽ മാത്രമേ പിടിച്ചെടുക്കാനാകൂ എന്ന തോന്നലാണ് അവസാന നിമിഷം അവരിലേക്ക് തന്നെ BJP എത്താനുള്ള കാരണം. ഇവിടെ ശ്രീലേഖ മത്സരിക്കേണ്ടത് ശക്തന്മാരായ ഇടതിനോടും വലതിനോടുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ ഒരുപാടാണ്. ആ പ്രതിസന്ധികൾ മറികടന്ന് ഇടതിനെയും വലതിനെയും മുട്ടുകുത്തിച്ച് വാർഡ് പിടിച്ചെടുത്താൽ ശ്രീലേഖയ്ക്ക് അത് വലിയ നേട്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ VV രാജേഷിന്റെ പേരാണ് വാർഡ് കമ്മിറ്റി ജില്ലാ നേതൃത്വത്തിന് കൈമാറിയ പട്ടികയിൽ ആദ്യമുണ്ടായിരുന്നത്. പൂജപ്പുര വാർഡ് കൗൺസിലറായ രാജേഷ് സമീപത്തെ ഏതെങ്കിലും വാർഡിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റ് ആഗ്രഹിക്കുന്ന രാജേഷിന് വട്ടിയൂർക്കാവ് വാർഡിൽ തന്നെ മത്സരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പ്രാദേശിക എതിർപ്പുകൾ വിലങ്ങുതടിയായപ്പോൾ സമീപ വാർഡായ കൊടുങ്ങാനൂരിലേക്ക് രാജേഷിന്റെ അവസരം മാറ്റി. BJPയുടെ സിറ്റിംഗ് കൗൺസിലറുടെ എതിർപ്പ് മറികടന്നാണ് രാജേഷിനെ പാർട്ടി കൊടുങ്ങല്ലൂരിലേക്ക് നിയോഗിക്കുന്നത്.
കവടിയാറിൽ മുൻ MLA ആയ ശബരിനാഥൻ ജനങ്ങൾക്ക് അപ്രാപ്യനായിരിക്കും എന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രാദേശിക നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു നിലവിലെ ധാരണ. നഗരത്തിലെ BJPയുടെ മുതിർന്ന നേതാവും പാൽക്കുളങ്ങര കൗൺസിലറുമായ P. അശോക് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കനത്ത പോരാട്ടം നടക്കുന്ന വാർഡുകളിലൊന്നായി പേട്ട മാറി. കോൺഗ്രസിന്റെ മുൻ പാർലമെന്ററി പാർട്ടി നേതാവ് അനിൽകുമാറാണ് പേട്ടയിലെ UDF സ്ഥാനാർത്ഥി. CPM മേയർ സ്ഥാനാർത്ഥിയായ SP ദീപക് ആയിരിക്കും ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അശോക് കുമാർ കൂടെ എത്തുന്നതോടെ LDFന്റെ സിറ്റിംഗ് സീറ്റായ വാർഡ് മത്സരത്തിന് വീറും വാശിയും ഏറും. പത്മിനി തോമസ് മത്സരിക്കുന്ന പാളയം വാർഡിൽ കോൺഗ്രസ് പ്രതിനിധിയായ പാളം രാജനാണ് നിലവിലെ കൗൺസിലർ. LDFന്റെ സിറ്റിംഗ് സീറ്റിൽ UDF പ്രചാരണത്തിൽ ആദ്യ റൗണ്ട് ബഹുദൂരം മുന്നേറിയപ്പോഴാണ് പത്മിനി രംഗത്തെത്തുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പല വാർഡുകളിലും മുൻ കൗൺസിലർമാർ മത്സര രംഗത്തുണ്ട്. നേമത്ത് ഭൂരിപക്ഷ അഭിപ്രായം മറികടന്നാണ് പാർലമെന്ററി പാർട്ടി ലീഡർ MR ഗോപന് സീറ്റ് നൽകിയത്. 2015 ഒരു വോട്ടിന് വാർഡ് കൈവിട്ട R അഭിലാഷാണ് എസ്റ്റേറ്റ് വാർഡിലെ സ്ഥാനാർത്ഥി. കൗൺസിലിലെ ഗ്ലാമർ മുഖങ്ങളായ ആശാനാഥ്, കരമന അജിത്ത്, സിമി ജ്യോതിഷ്, ചെമ്പഴന്തി ഉദയൻ, ഗിരികുമാർ എന്നിവർ ഇത്തവണയും വാർഡ് മാറി മത്സരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വ്യവസായി SKP രമേശ് മത്സര രംഗത്ത് തിരിച്ചെത്തി. തമ്പാനൂരിൽ മുൻ കൗൺസിലർമാർ തമ്മിലാണ് പോരാട്ടം. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ തമ്പാനൂർ സതീഷാണ് മുൻ കൗൺസിലറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ഹരികുമാറിനെതിരെ മത്സരിക്കുന്നത്. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗം മഹേശ്വരൻ നായർക്ക് അദ്ദേഹം ആഗ്രഹിച്ച പുന്നയ്ക്കാമുകൾ സീറ്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. 2020 പുഞ്ചകരിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട PK കൃഷ്ണദാസ് പക്ഷത്തെ പ്രബലൻ പാപ്പനംകോട് സജി മേലാങ്കോട് വാർഡിൽ മത്സരിക്കും. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് 2015 സജി മേലാങ്കോട് നിന്നും വിജയിച്ചത്. നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത തിരുമല അനിലിന്റെ വാർഡായ തിരുമലയിലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി പട്ടിക വായിച്ചത്. ദേവിമ PS ആണ് തിരുമലയിലെ സ്ഥാനാർത്ഥി. ഭരിക്കാൻ അവസരം ചോദിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാർട്ടി പതിവായി പിന്നോക്കം പോകുന്ന തീരദേശ വാർഡുകളിലും ന്യൂനപക്ഷ വോട്ടർമാർ കൂടുതലുള്ള നഗരത്തിലെ വിവിധ വാർഡുകളിലും തങ്ങൾക്ക് കിട്ടാവുന്നതിൽ മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയത് എന്നാണ് BJPയുടെ അവകാശവാദം. രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കാരണം അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിൽ വലിയ എതിർപ്പുകളുള്ള ഒരുപാട് നേതാക്കന്മാർ BJPയിലുണ്ട്. അവർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ അടിക്കാൻ ഒരു വടിയാകും തോറ്റുപോയാൽ. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ പരമാവധി എഫേർട്ട് ഇടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2 ഘട്ടമായിട്ടാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ ഡിസംബർ 9-നാണ് വോട്ടെടുപ്പ് നടക്കുക. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 13-ന് ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ തവണ 3 ഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് നടക്കുക. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് ആകെ 23,576 വാർഡുകളിലാണ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. 2.84 കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. വോട്ടർ പട്ടിക നവംബർ 14-ന് പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.